എന്താ ചൂട്. മോളെ മോളെ സുശീലേ, ഒരു ഗ്ലാസ് വെള്ളം എടുത്തേ. ഓ അമ്മേ. അച്ഛാ, എന്നെ ചേട്ടന്മാരെ പോലെ പള്ളിക്കൂടത്തിൽ വിടാത്തത് എന്താ? പള്ളിക്കൂടത്തിലോ? നിന്നെയോ? ഒരു പെൺകുട്ടിയാ നീ. പഠിക്കാൻ പോയ കാശ് നഷ്ടല്ലാതെ ഒരു പ്രയോജനവും ഇല്ല. കല്യാണം കഴിഞ്ഞ് അടുക്കളയിൽ ഒതുങ്ങേണ്ട പെണ്ണാ നീ. പള്ളിക്കൂടത്തിൽ പോണ കാര്യം മനസ്സിൽ വെക്കണ്ട. ചേട്ടായി, എനിക്ക് പുസ്തകം ഒന്ന് തരുമോ? ഇതൊന്ന് മറിച്ചു നോക്കട്ടെ. എടി, നിന്നോട് അച്ഛൻ എന്താ പറഞ്ഞ? നീ അടുക്കള പോലെ പണിയും ചെയ്. അച്ഛൻ പറഞ്ഞത് ശരിയാണ്. അടുക്കളയിൽ തന്നെ നരകിച്ച് ജീവിതം തീർക്കാൻ വിധിക്കപ്പെട്ടവളാണ് ഞാൻ. മറ്റു കുട്ടികളെ പോലെ അക്ഷരം പഠിക്കാൻ എനിക്കും മോഹം ഉണ്ടാവുന്ന അച്ഛൻ അറിയില്ലേ? ഒരു സ്വപ്നം മാത്രമാണ് എനിക്ക്. മറ്റൊന്നും എനിക്ക് വിധിച്ചിട്ടില്ല. ഞങ്ങളും കൂടെ കളിക്കാൻ കൂട്ടുമോ? ദരിദ്രവാസികളെ ഞങ്ങൾ കളിക്കാൻ കൂട്ടാറില്ല.
എടാ നിന്റെ പെൻസിലിന്റെ പകുതി എനിക്ക് തരാമോ? എനിക്ക് എഴുതാലോ. പോടാ, പെൻസിൽ ഇല്ലെങ്കിൽ നീയൊന്നും പഠിക്കണ്ട. എടാ രായപ്പാ, ഇന്ന് കുറച്ച് ചിക്കല് ഒത്തു കേട്ടാ. അനക്ക് ഭാഗ്യമുണ്ടടാ. എനിക്കാണെങ്കിൽ തോള അനക്കാനേ പറ്റുന്നില്ല. ഇനി അധികം നാൾ വണ്ടി വിളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വൈദ്യരൊന്ന് കാണണം. നീ വിഷമിക്കണ്ടടാ, നിന്റെ കഷ്ടപ്പാടല്ല മാറും, നീ നോക്കിക്കോ. സുശീലയെ കണ്ടില്ലടാ. എടി സുശീലേ, ഒന്നായില്ലോടി, കുറെ നേരം ആയല്ലോ. ഒന്ന് ക്ഷമിക്കണ്ട വേലപ്പാ, ഇതൊന്നാവട്ടെ. ആ വരുവാണേ പറ്റു പറഞ്ഞിട്ടേ പോ. എന്നിട്ട് അണ്ണാക്കിലോട്ട് തള്ളാൻ വേണം. ശാപം. ദേ, മര്യാദയ്ക്ക് കഴിച്ച് എണീറ്റ് പൊക്കോ, അല്ലെങ്കിൽ തനി സ്വരൂപ് പറയും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഛേ, വേണ്ടായിരുന്നു. ഞാൻ ഈ തുക്കട ചായക്കടയും കൊണ്ട് നാട്ടുകാർക്ക്